ആദർശിൻ്റെ നയനയുടെയും നാളത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശ് വന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് മുത്തച്ഛനെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് എല്ലാ തെളിവുകളോടെയും മുത്തച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. മുത്തച്ഛൻ പറയുന്നുണ്ട്, ഈ ചതി എനിക്ക് മുമ്പേ മനസ്സിലായതാ. ചന്തുമോളെ നമ്മൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇതിനെല്ലാം പിന്നിൽ ഇവനായിരിക്കുമെന്ന്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയും, എന്ത് ചെയ്യാനാ, അവനും എൻ്റെ കൊച്ചുമോനായി പോയില്ലേ. അവൻ്റെ അമ്മയെ ഞാൻ ദത്തെടുത്ത് വളർത്തിയതാണെങ്കിലും ഇപ്പോൾ അവനും എൻ്റെ കൊച്ചുമോനായി പോയില്ലേ. ചീത്തപ്പേരുണ്ടായാലും അതും നമ്മൾ അനന്തപുരം തറവാടിനല്ലേ അതിൻ്റെ പേരുദോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് ഇരിക്കുന്നതെന്ന് മുത്തശ്ശൻ പറയുകയാണെങ്കിൽ നമ്മളെ നൈനതായിട്ട് കാണിച്ച് വെച്ച് കരയുകയാണ് കേട്ടോ. എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ കനക പറയുകയാണ്. മോളെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കനക സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈനയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആദർശ് എല്ലാ സത്യങ്ങളും നൈനയെടുത്ത് പറയാനുണ്ട്. നമ്മൾ അഭിയാണ് നന്ദമോൾ അച്ഛനെന്നൊക്കെ ഉള്ള സത്യങ്ങളെല്ലാം പറയുകയാണേ. അപ്പോൾ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശൻ്റെ നെഞ്ചുവേനയൊക്കെ വന്നിട്ട് മുത്തശ്ശൻ നെഞ്ചത്ത് കൈയൊക്കെ പിടിച്ചിട്ട് അവിടെ കടലോട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് നയനയെ ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ്റെ അടുത്തിട്ട്. അങ്ങനെ ഇത് കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണേ.